ഹലോ ഗൈസ്, നമ്മളിന്ന് പോയിട്ടുള്ളത് ഹിൽ പാലസിലേക്കാണ് കേട്ടോ. ഹിൽ പാലസ് എന്ന് പറയുന്നേക്കാളും നമ്മുടെ മണിച്ചിത്രത്താഴ് മൂവി ഷൂട്ട് ചെയ്ത പാലസിലെ അതാണ് നമ്മൾ തൊട്ടടുത്ത് എടുക്കുന്ന ഒരു ലൊക്കേഷൻ ആട്ടോ. ഞാൻ ഇതുവരെയായിട്ടും പോയിട്ടില്ല, പക്ഷെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ചോറ്റാനിക്കര അമ്പലത്തിൽ പോയപ്പോൾ വരുന്ന വഴി എന്തായാലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ കയറണമെന്ന്. വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കാട്ടോ. കുറേ കോളേജിൽ നിന്നും സ്കൂളിൽ നിന്നും ഒക്കെ പിള്ളേരെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം നമ്മളറിയുന്ന ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു. എല്ലാവരും നമ്മുടെ അടുത്ത് വന്നു, സംസാരിച്ചു. ഇവിടെ കയറുമ്പോൾ തന്നെ ഞാനിങ്ങനെ ഫുള്ള് നോക്കായിരുന്നു ഇതിൻ്റെ ഓരോ ഭാഗം. ആ മൂവി ഈ ഒരു സൈഡിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ടല്ലോ, ഈ ഭാഗം കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ ഞാനിങ്ങനെ അയവിറക്കായിരുന്നു. പക്ഷെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ ആ മൂവി ശരിക്കും അതിനുള്ളിൽ കുറേ ഭാഗങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളതാട്ടോ. എക്സാക്റ്റ് ഇതല്ല, ഇപ്പോൾ കുറേ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട് ഷൂട്ട് ചെയ്യാൻ പാടില്ല. ഉള്ളിൽ ഒരുപാട് വിലപിടിപ്പുള്ള സാധനങ്ങളുണ്ട്. പിന്നെ ഈ ഒരു പാലസിൻ്റെ എല്ലാ ചരിത്രവും ഓരോരോ എന്താ പറയുക ചുമരിലും എഴുതിയിട്ടിട്ടുണ്ടാവും. ഇവിടുത്തെ ഓരോരുത്തരുടെ ഹിസ്റ്ററി, ഇന്നതാളായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കറക്റ്റായിട്ട് പറഞ്ഞിട്ട് അറിയില്ല. പക്ഷെ നല്ലൊരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ. ഇവിടുത്തെ ഓരോ മുക്കും മൂലയും അടിപൊളിയാണ്. എനിക്ക് എൻ്റെ പേഴ്സണലിലേക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ആ സിനിമ വെച്ചായിരുന്നു ഫുൾ ഭാഗവും കണക്ട് ചെയ്തത്. അപ്പം ഞാൻ പറയുന്നു ഈ സൈഡിൽ നിന്നാണ് ശോഭന മറ്റു പാട്ട് പാടി വരുന്നത്. പലവട്ടം പൂക്കാലം വഴിതെറ്റി, അങ്ങനത്തെ ആ പാട്ടൊക്കെ രസമായിരുന്നു കേട്ടോ. പിന്നെ അവിടെ ഓരോ സൈഡിലായിട്ടും വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പോയത് നല്ല ചൂടുകാലത്തായിരുന്നു. അപ്പോൾ തണുത്ത വെള്ളവും ചൂടുവെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നിഖിൽ ചേട്ടനോട് കുറച്ച് പേര് വന്നിട്ട് അവരെ ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുക്കുമെന്ന് ചോദിച്ചു. അപ്പോഴാണ് ഈ അമ്മൂമ്മ എനിക്ക് കണ്ണിപ്പെട്ടത്. ഇത്ര വയസ്സായിട്ട് ഈ അമ്മൂമ്മ ഈ ഒരു പാലസൊക്കെ കാണാൻ വന്നിരിക്കുകയാണ്. അത്ര എനർജറ്റിക് ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഇപ്പം നമ്മുടെ അടുത്ത് എടുക്കുന്നവരും അല്ലെങ്കിൽ ദൂരൊക്കെ ഉള്ളവരാണെങ്കിലും വന്ന് ഈ പാലസ് കാണാം. അടിപൊളിയാണ് ഗൈസ്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ ഇവിടെ വന്നിട്ടുള്ളവരുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം. ഞാൻ ഇത്രയായിട്ടൊരു മ്യൂസിയത്തിലോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു സ്ഥലങ്ങളിലേക്കൊന്നും പോയിട്ടില്ല കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്തോ ഒരു കണക്ഷൻ, പ്രത്യേകിച്ച് ആ ഒരു മൂവിയോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും അല്ലേ. നമ്മളിലെല്ലാവർക്കും എനിക്ക് തോന്നുന്നു ഒരു ഹേറ്റേഴ്സ് ഇല്ലാത്തൊരു മൂവി തന്നെയാണ് മണിച്ചിത്രത്താഴ്. ഇപ്പോഴും അതിൻ്റെ ഓരോ ഭാഗവും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഓരോ കോമഡിയും സംഭവങ്ങളൊക്കെ ആയിട്ട് നമ്മൾ എടുക്കുന്നുണ്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.